ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ കാണാതായ രണ്ടാമത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തി. രാജകുമാരി സ്വദേശി ബിജു മുളേക്കുടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സുഹൃത്തും രാജകുമാരി പഞ്ചായത്ത് മെമ്പറുമായ ജെയ്സന്റെ മൃതദേഹം ഉച്ചയോടെ ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി സുബിൻ ചേരുന്നു. സുബിൻ, ഇവിടെ ആനയിറങ്കൽ ജലാശയത്തിൽ കാണാതായ രണ്ടാമത്തെ ആളിൻ്റെ മൃതദേഹം കണ്ടെത്തിയല്ലോ, കൂടുതൽ വിവരങ്ങൾ. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ കാണാതായ രണ്ടാമത്തെ ആളുടെ മൃതദേഹം കണ്ടെത്തിയത്. രാജകുമാരി പഞ്ചായത്ത് അംഗം ജെയ്സന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ജെയ്സനൊപ്പം ഉണ്ടായിരുന്ന ബിജുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജെയ്സന്റെ മൃതദേഹം കണ്ടെത്തിയതിന് ഏകദേശം സമീപത്ത് നിന്നാണ്, ആനയിറങ്കൽ ഡാമിന് സമീപത്ത് തന്നെയാണ് ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ മുതലാണ് ഈ ബിജുവിനെയും അതുപോലെ തന്നെ രാജകുമാരി പഞ്ചായത്ത് അംഗമായിട്ടുള്ള ജെയ്സനെയും കാണാതാവുന്നത്. ഇതിനുശേഷം വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഇവരുടെ വാഹനം ഈ ആനയിറങ്കൽ ഡാമിനോട് ചേർന്നുള്ള പ്രദേശത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ രണ്ടുപേർ ഈ ഡാമിന്റെ വശത്തേക്ക് ആദ്യം ഇറങ്ങിപ്പോയിരുന്നതിന് ശേഷം ഇവരെ സെക്യൂരിറ്റി തിരിച്ചു കയറ്റി വിടുകയും ചെയ്തിരുന്നെന്ന് മനസ്സിലാക്കിയത്. ഇതിനുശേഷം വീണ്ടും ഇവർ ഈ ഡാമിന്റെ വശത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവരുടെ ഫോണും അതുപോലെ തന്നെ വസ്ത്രങ്ങളും എല്ലാം അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഡാമിൽ വീണിട്ടുണ്ടാകാമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇതിനുശേഷമാണ് അത്തരത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ച് ഈ വെള്ളത്തിനൊടി അടിയിൽ കൃത്യമായ പരിശോധന നടത്തിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഇവരും ജലാശയത്തിൽ ഇറങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ സുഹൃത്തുക്കളാണ്. ഇവർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് രാജകുമാരിയിൽ നിന്ന് ഈ പറയുന്ന ആനയിറങ്കൽ ഡാമിലേക്ക് എത്തിയത്. ഇതിനുശേഷം കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ കാണാതായ രണ്ടാമത്തെ ആളിൻ്റെ മൃതദേഹം കണ്ടെത്തി. രാജകുമാരി സ്വദേശി ബിജു മുളേക്കുടിയുടെ മൃതദേഹമാണ് ലഭിച്ചത്. നേരത്തെ രാജകുമാരി പഞ്ചായത്ത് മെമ്പറായ ജെയ്സന്റെ മൃതദേഹം ഉച്ചയോടെ ലഭിച്ചിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.